പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ കടന്നാക്രമിച്ച് സോണിയാഗാന്ധി. പലസ്തീനെ അനുകൂലിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ തള്ളിപ്പറയുകയാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിയുടെ മൂന്നാമത്തെ പലസ്തീൻ ലേഖനത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിനെക്കുറിച്ച് വിമർശനം നടത്തിയിരിക്കുന്നത്. മോദി സർക്കാരിന്റെ മൗനം മനുഷ്യത്വത്തിന് എതിര്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ദേശീയ പത്രത്തിൽ സോണിയാഗാന്ധി ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അടുത്തിടെ പലസ്തീനു വേണ്ടി വാദിച്ച് സോണിയാഗാന്ധി എഴുതുന്ന മൂന്നാമത്തെ ലേഖനമാണിത്. പലസ്തീൻ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ മൗനം മാനവികതയിൽ നിന്നും ധാർമ്മികതയിൽ നിന്നുമുള്ള പിൻവാങ്ങലാണ് എന്ന് സോണിയാഗാന്ധി ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. മോദി സർക്കാർ വ്യക്തിപരമായ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിദേശ നയമാണ് നയിക്കുന്നത്. 1988 ഇന്ത്യ പലസ്തീനെ അംഗീകരിച്ചു. പലസ്തീന്റെ നീതിക്ക് വേണ്ടി ഇന്ത്യ എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം കാതടപ്പിക്കുന്ന നിശബ്ദതയും മനുഷ്യത്വത്തിൽ നിന്നും ധാർമ്മികതയിൽ നിന്നുമുള്ള പിൻവാങ്ങലുമാണ്. മോദി സർക്കാരിന്റെ നിലപാട് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെയോ തന്ത്രപരമായ താൽപര്യങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. മറിച്ച് പ്രധാനമന്ത്രി മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്.